ഇല്ലടികളെ നമ്മുടെ ഹെലനോസ് പാട്ടിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. എന്ന് വെച്ചാൽ ഞാൻ മുമ്പത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഹെലനോസ് പാട്ടയ്ക്ക് ഒരു കമന്റ് വന്നു എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തിയുടെ ഒരു അക്കൗണ്ടിലോട്ട് കമന്റ് വന്നിട്ട് പ്രതികരിച്ചെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെലനോസ് പാട്ട പണ്ടൊക്കെ ടിക്ടോക്ക് തുടങ്ങിയ സമയത്തൊക്കെ നമ്മുടെ വീഡിയോസ് കണ്ടിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ ക്രിഞ്ച് വീഡിയോസ് ആണ്. സോ ടിക്ടോക്ക് പറഞ്ഞാൽ അന്ന് അങ്ങനെ ആയിരുന്നല്ലോ. അതിനുശേഷം എന്താ വെച്ചാൽ പിന്നെ ഇൻസ്റ്റാഗ്രാമിലോട്ടോ അല്ലെങ്കിൽ യൂട്യൂബിലോട്ട് വന്നപ്പോൾ സമയത്തിലുള്ള വൻ കത്തി നിൽക്കുക എന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നല്ല ഇത് കണ്ടന്റ് റിയാക്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ ക്രിട്ടിസൈസ് ചെയ്ത് വീഡിയോസ് ഒക്കെ ഇടാൻ തുടങ്ങി. സോ നല്ല കാര്യങ്ങളല്ലേ. അപ്പൊ നോക്കുന്ന സമയത്താണ് ഇന്നലെ കൂടിയിട്ട് ജാസി താത്ത വിളിക്കാൻ പറ്റുന്നില്ല. ജാസി അപ്പൊ ജാസിയുടെ ഒരു വീഡിയോ റിയാക്ട് ചെയ്തത് സംബന്ധിച്ച് കഴിഞ്ഞാൽ ജാസി പറയുന്നത് ഞാൻ പ്രഗ്നന്റ് ആണ്, ഞാൻ പ്രസവിക്കാൻ പോവാണെന്നൊക്കെ പണ്ട് ഒരു ട്രാൻസ് വുമൺ ആണ്, ട്രാൻസ്മെൻ അല്ലെങ്കിൽ ട്രാൻസ് വുമൺ ആണ്. പുള്ളിക്കാരത്തി പറയുന്നുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ പ്രസവിക്കാൻ പോവാണ്, എനിക്ക് എന്താ വെച്ചാൽ ഡെലിവറി എടുക്കണം, ഓപ്പറേഷൻ ചെയ്യണം പറഞ്ഞ് കുറേ വീഡിയോസ് ഇട്ടു. അപ്പോൾ ഹെലനോസ് പാട്ട വീഡിയോ ഇട്ടുണ്ടായിരുന്നു. പ്രസവിക്കൂ, അതാണ് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ വീഡിയോ ഇട്ടു. പിന്നെ ഇന്നാളും കൂടി നോക്കുന്ന സമയത്താണ് പച്ചത്തെറി ജാസിന് പച്ചത്തെറി പറഞ്ഞിരിക്കുക. ഞാനപ്പോൾ എന്താണ് സംഭവം, ഇങ്ങനെ വീഡിയോ കൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ആവാൻ ചാൻസ് എന്താ ഞാൻ കൊന്നേരം ആലോചിച്ചു. രണ്ട് വീഡിയോസ് കണ്ടിട്ടില്ല, ഫുൾ വീഡിയോ യൂട്യൂബിലുണ്ട്, പക്ഷേ ഷോർട്ട് ഒരു സെഗ്മെന്റ് ഇൻസ്റ്റാഗ്രാം ഇട്ടിട്ടില്ല. അത് ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്യണം, അത് ഞാൻ ബാക്കി പറയാം. എന്റെ പൊന്നു മക്കളെ ഇമാതിരി അത് പറഞ്ഞാൽ പോരെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. ഞാൻ പ്ലേ ധൈര്യത്തിൽ പറ, ഒരാണല്ല നീ, ഒരു പെണ്ണുമല്ല നീ, മനസ്സിലായില്ലേ? ഒരു നട്ടലില്ലാത്ത നായിയാണ് നീ. കാണിച്ചു കൊടുത്തു എന്നിട്ടൊരു വിശ്വാസമില്ലാണ്ട് പോയിട്ട് വീട് ചെയ്ത് ഞാൻ എന്താ പറയാന്ന് ഞാൻ ആലോചിച്ചത്. ആശി നീ അപ്പുറത്ത് ഒഴിവാക്കി വിട്. നീ ആരുടെ ഒഴിവാക്കി വിടാൻ? നായിന്റെ മക്കളെ പറയട്ടെ, നിങ്ങളൊരു സ്ത്രീ ആവാൻ മെനക്കിടുന്ന ഒരാളാണെന്ന് നിങ്ങൾ പറഞ്ഞു. സ്ത്രീകളോടാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഇതുപോലെയുള്ള നാടകങ്ങൾ വല്ലതും കൊണ്ട് ഈ ജാസി വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സാധനം ഞാൻ പുറത്തുവിടും, ഉറപ്പാണ്. അതുപോലെ സോ ഹാപ്പി ലൈക്ക് ഒരു അമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ അത്രയും വേദന സഹിച്ചിട്ടാണ് ഒരു കുഞ്ഞ് പുറത്തേക്ക് വരുന്നത് അല്ലേ. അപ്പൊ ഉപമിക്കുമ്പോ മര്യാദക്ക് ശ്രദ്ധിക്കുക, മനസ്സിലായില്ലേ? സ്ത്രീകളെ വെച്ചിട്ടുള്ള ഉപമയൊന്നും നീ നടത്തണ്ട. നിനക്കതിനുള്ള യോഗ്യതയില്ല, മനസ്സിലായില്ലേ? സ്ത്രീകളെ വെച്ചവന് ഉപമിക്കുന്നു പ്രസവത്തിനെല്ലാം. നീ ഓൾറെഡി ഒരിക്കൽ മറ്റേ ഗർഭിണികളെ കളിയാക്കി അവിടെ തീർന്നിട്ടില്ല, മനസ്സിലായില്ലേ? അയ്യോ അമ്മക്ക് കുഞ്ഞിനെ കാണുന്ന പോലെയാണ് സിലിക്കോൺ വെച്ച് പിടിപ്പിച്ചത് കണ്ണാടി കാണുമ്പോ പോരാ. വോയിസ് റെക്കോർഡിന്റെ കാര്യം മറക്കണ്ട, കേട്ടില്ലേ? അതെല്ലാം എന്റെ കയ്യിലുണ്ട്. ഒരു സ്ത്രീയും ഒരു പുരുഷനും നല്ല ഒരു ട്രാൻസ്ജെൻഡറും നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന എനക്ക് തോന്നുന്നില്ല, മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് ഇവിടെ സംഭവം. ഞാൻ ഫുൾ യൂട്യൂബിൽ വീഡിയോ ഉണ്ട്. ഞാനത് മനസ്സിലാക്കി എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടിട്ട് മനസ്സിലാക്കിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഹെലനോസ് പാട്ടയുടെ ആശി വീഡിയോ കോൾ ചെയ്യണം, എന്തോ പരിപാടിക്ക് മനസ്സിലായി, എന്തോ ഒരു പരിപാടി നിൽക്കുന്ന സമയത്ത് വീഡിയോ കോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരെന്തോ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഹെലനോസ് പാട്ട് മുമ്പ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ് ആണെന്നൊക്കെ കൊണ്ട് വീഡിയോ അങ്ങനെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എന്ന് വെച്ചാൽ ഇവൻ വിളിക്കാണില്ലത്, ഇപ്പൊ ആശി എന്ന് പറഞ്ഞ വ്യക്തി വിളിക്കുകയാണ്, എന്നിട്ട് വീഡിയോ കോൾ ചെയ്തിട്ടില്ലത് എന്തോ സംഭവം പെട്ടെന്ന് ഡ്രസ്സ് അയച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഹെലനോസ് പാട്ട് പറയുന്നത്. ഞാൻ വീഡിയോ ഒന്നും കണ്ടതാണില്ലല്ലേ. പിന്നെ നമുക്ക് കുറേ പേര് റിയാക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് എന്തെങ്കിലും അറിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെലനോസ് പാട്ടിന്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ എല്ലാവരും അറിയും. അത് അത്യാവശ്യം കുറച്ച് ലെങ്ത്തുള്ള വീഡിയോസ് ആണ്. സോ അത് വരെ ഞാൻ അതെടുത്ത് റിയാക്ട് ചെയ്തായിരുന്നത്, മനസ്സിലായില്ല? എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ ഇത് എല്ലാവർക്കും വന്നിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ 5 million അടുത്ത് വ്യൂസ് ഉണ്ട്. സോ എല്ലാവർക്കും സജഷൻ വന്നിട്ടുണ്ടാവും. എനിക്കും അങ്ങനെ സജഷൻ വന്നതുകൊണ്ടാണ് ഞാൻ നോക്കിയത്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു സംഭവം ഇല്ലല്ലേ. എടാ ഇവൻ ഇങ്ങനെയാണല്ലോ എന്നിട്ട് പറയുന്നത് എന്താ വെച്ചാൽ നീ പെണ്ണാവാൻ നോക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ തമ്മിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എനിക്കൊരു ഇഷ്ടം തോന്നിയ ഹെലനോസ് പാട്ട് മുമ്പ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത പോലെയാണ് എനിക്ക് വീഡിയോ തോന്നിയത്. പക്ഷേ മുമ്പത്തെ ഒരു വീഡിയോയിൽ സപ്പോർട്ട് ചെയ്ത പോലെ തോന്നി. പക്ഷേ പെട്ടെന്ന് ഒരു മൊമെന്റ് കൊണ്ട് ഇങ്ങനെ മാറുന്നുള്ളത് എനിക്കറിയാം. മൊമെന്റ് പറഞ്ഞാൽ ഇങ്ങനെ സംഭവം ചേഞ്ച് ഒരു വീഡിയോ കണ്ടതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്യാൻ വന്നത്. ഓക്കെ, അതാണ് സംഭവം. പിന്നെ ജാസി റിയാക്ട് ചെയ്ത് കുറേ പേര് വീഡിയോ ഇട്ടുണ്ട്, കുറേ പേര് എന്താ വെച്ചാൽ ജാസി പറയുന്നുണ്ട് എൻ്റെ വീഡിയോ ഇതുപോലെ വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്താ വെച്ചാൽ ഞാൻ കാരണം നിങ്ങളല്ല, എന്താ വെച്ചാൽ നിങ്ങൾ കാരണം ഞാൻ വൈറലാകുമല്ലോ, ഒന്നുകൂടി പോപ്പുലർ ആകുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ വീഡിയോസ് എല്ലാവരും ഇടണം, ഇതുപോലെ തന്നെ എന്നെ റീച്ച് ആക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. റീച്ച് ആവുന്നില്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞു ജാസിയുടെ എനിക്ക് പറഞ്ഞത് വെച്ചാൽ റീച്ച് ആവും, പക്ഷേ വേറെ ടൈപ്പിൽ റീച്ച് ആവുള്ളൂ. പിന്നെ നെഗറ്റീവ് ഇമ്പാക്റ്റ് അല്ലെങ്കിൽ മറ്റങ്ങനത്തെ ഒരു രീതിയിൽ റീച്ച് ആവുള്ളൂ, അത് ഉണ്ടാവും പോകണല്ലോ. അപ്പോൾ അതേ പറഞ്ഞുള്ളത് ഞാൻ എന്താ വെച്ചാൽ ഹെലനോസ് പാട്ടിന് ഒന്നുകൂടി വീഡിയോ ഒന്ന് ഫുള്ളായി കണ്ടിട്ട് ഞാൻ വരലുള്ളത്. അപ്പോൾ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഷോർട്ട് സെഗ്മെന്റ് ഞാൻ ഇറക്കിയതാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ റീൽ കണ്ടു, റീലെ കുറച്ച് പേർക്ക് പോയി, അപ്പോൾ കുറച്ച് പേർക്ക് മനസ്സിലാവാത്തുണ്ട്. സോ അതിൻ്റെ ഒരു ഇതിന് വേണ്ടി വന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം.